Hi all, welcome to another episode of Shrutis Learning Square. Shrutis Learning Square-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫിസിക്കൽ സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് ഹൈഡ്രജനും ഓക്സിജനെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇന്ന് സെലക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊരു സബ് ടോപ്പിക്കായിട്ട് ഫിസിക്കൽ സയൻസിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കായിട്ടുള്ളൊരു പോർഷനാണ് ഹൈഡ്രജനും ഓക്സിജനും. അതേപോലെ തന്നെ ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്താണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ? എല്ലാവർക്കും അറിയായിരിക്കും എന്താണ്? 1 ഇനി ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എച്ചും കെയും വന്നു അല്ലേ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. അവിടെ നമുക്ക് ഹെൻറി എന്ന് പറയുമ്പോൾ എച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ കാവൻഡിഷ് നമുക്ക് കെ ആയിട്ട് എടുക്കാം. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹെൻറി കാവൻഡിഷ്. കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിലും ഹൈഡ്രജൻ എന്നുള്ള പേര് നൽകിയത് ആരാണ്? ലവോയ്സിയർ ആണ്. ആരാണ്? ലവോയ്സിയർ. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്, പക്ഷേ പേര് നൽകിയത് ലവോയ്സിയർ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുള്ളത്? ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്, ശരിയല്ലേ? ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അതായത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഇനി ഹൈഡ്രജൻ്റെ കേസിൽ എന്താ പറ്റണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ്റെ കേസിൽ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ആണ് ഉള്ളത്. അതേപോലെ തന്നെ ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്തും ഒരു ഇലക്ട്രോൺ അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ന്യൂട്രോൺസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള മൂലകം ഏതാണെന്നുള്ളത് ചോദിക്കാം. ഏതാണ് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള മൂലകം? ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണെന്നും ചോദിക്കാം. ആൻസർ എന്താണ്? ഹൈഡ്രജൻ. കാരണം ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോണും ആണ് ഉള്ളത്. അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൈഡ്രജന് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രജൻ ഒറ്റയ്ക്കാണ് ഉള്ളത് അല്ലേ പീരിയോഡിക് ടേബിളിനകത്ത്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഒരു നോൺ മെറ്റൽ ആണെങ്കിലും അതിന് മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലോഹത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് ഹൈഡ്രജൻ കാണിക്കുന്നത്. പക്ഷേ ഹൈഡ്രജൻ ഒരു നോൺ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരു മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. അതായത് നോൺ മെറ്റൽ ആണെങ്കിൽ കൂടി അത് മെറ്റാലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരു മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്. ഇത് മൂന്നും തെറ്റിപ്പോവരുത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. അതേപോലെ തന്നെ ഭൗമോപരിതലത്തിൽ ചോദിക്കുമ്പോൾ ഏതാണ്? ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിക്കുമ്പോൾ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, AN എന്ന് വേണമെങ്കിൽ ആലോചിക്കുക. അതേപോലെ തന്നെ എർത്തിൻ്റെ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ സൂര്യനിലൊക്കെ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ് അല്ലേ? അതായത് ചെറിയ ന്യൂക്ലിയൈ, അതായത് ഹൈഡ്രജൻ്റെ ചെറിയ ന്യൂക്ലിയൈ ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയൈ ആയിട്ട് മാറും. അതായത് ഫ്യൂഷൻ നടക്കുക, ഫ്യൂസ് ചെയ്യുക കേട്ടോ. ലൈറ്റ് ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഹെവി ന്യൂക്ലിയൈനെയാണ് നമ്മൾ പറയുന്നത് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിലൊക്കെ നടക്കുന്ന എന്താണ്? ഫ്യൂഷൻ റിയാക്ഷനാണ്. അവിടെ ഹൈഡ്രജൻ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയമായിട്ട് മാറുന്നു. അതേപോലെ തന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം എന്ന് പറയുന്നതും ഹൈഡ്രജൻ. അതേപോലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ ബലൂണൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോവല്ലേ. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള മൂലകം ഹൈഡ്രജൻ. അതേപോലെ തന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള മൂലകവും ഹൈഡ്രജൻ തന്നെയാണ്. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പ്രോട്ടിയം, സെക്കൻഡ് വൺ ഡ്യൂട്ടേറിയം, തേർഡ് വൺ ട്രീഷ്യം ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, ഡ്യൂട്ടേറിയം, അതേപോലെ തന്നെ ട്രിഷ്യം. പ്രോട്ടിയത്തിൻ്റെ കേസിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കണം. പ്രോട്ടിയത്തിനകത്ത് ന്യൂട്രോൺസ് 0 ആണ് കേട്ടോ. നമ്മുടെ സാധാരണ ഹൈഡ്രജൻ ഇല്ലേ, അതിന് തന്നെയാണ് നമ്മൾ പ്രോട്ടിയം എന്ന് പറയുന്നത്. നമുക്കറിയാം സാധാരണ ഹൈഡ്രജനകത്ത് ന്യൂട്രോൺസ് ഉണ്ടോ? ഇല്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും അതിന് ചുറ്റും
ഒരു ഇലക്ട്രോണുമാണ് ഉള്ളത്. അപ്പോൾ ന്യൂട്രോൺ ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ പ്രോട്ടിയം എന്ന് പറയുന്നത് സാധാരണ ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രോട്ടിയത്തിനകത്ത് ന്യൂട്രോൺസ് ഇല്ല, അതായത് 0 ആണ്. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പിനെയാണ് നമ്മൾ പറയുന്നത് ഡ്യൂട്ടേറിയം. എന്താണ്? ഡ്യൂട്ടേറിയം. അപ്പോൾ ഡ്യൂട്ടേറിയത്തിൻ്റെ കേസിൽ എങ്ങനെയാണ്? ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അതിന് ചുറ്റും ഒരു ഇലക്ട്രോണും ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ പറയുകയാണ്. ന്യൂക്ലിയസ് മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണ് ഉള്ളത് ഡ്യൂട്ടേറിയത്തിൻ്റെ കേസിൽ. ഹൈഡ്രജൻ്റെ മൂന്നാമത്തെ ഒരു ഐസോട്ടോപ്പാണ് ട്രിഷ്യം. അപ്പോൾ ട്രിഷ്യത്തിൻ്റെ കേസിൽ 2 ന്യൂട്രോണാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രോട്ടിയത്തിനകത്ത് ന്യൂട്രോൺസ് ഒന്നുമില്ല. ഡ്യൂട്ടേറിയത്തിനകത്ത് ഒരു ന്യൂട്രോണാണ് ഉള്ളത്. അതേപോലെ തന്നെ ട്രിഷ്യത്തിൻ്റെ കേസിൽ 2 ന്യൂട്രോണാണ് ഉള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ഫ്രെയിം ചെയ്യാം. അതായത് 2 ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ആൻസർ? 2 ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യം. അതേപോലെ തന്നെ ന്യൂട്രോൺ ഒന്നും ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. അപ്പോൾ പ്രോട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹൈഡ്രജൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാധാരണ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയാം. അതേപോലെ തന്നെ സുലഭമായി ലഭിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നതും പ്രോട്ടിയം തന്നെയാണ്. ഇനി ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ ന്യൂട്രോൺസ് ഉള്ള ഐസോട്ടോപ്പ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റേഡിയോ ആക്റ്റീവ്. അപ്പോൾ ഏതാണ് എന്ന് പറഞ്ഞേ? ട്രിഷ്യമാണ് കേട്ടോ. കാരണം ട്രിഷ്യത്തിനകത്ത് 2 ന്യൂട്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ട്രിഷ്യം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെ? ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഡ്യൂട്ടേറിയവും ട്രിഷ്യവുമാണ്. ഏതൊക്കെയാണ്? ഡ്യൂട്ടേറിയവും അതേപോലെ തന്നെ ട്രിഷ്യം. ഇനി നമുക്കറിയാം വെള്ളം അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഫോർമുല എന്താണ്? H2O ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഡ്യൂട്ടേറിയം ഓക്സൈഡ് ആണ്. എന്താണ്? ഡ്യൂട്ടേറിയം ഓക്സൈഡ്. അപ്പോൾ അത് H2O. വെള്ളം H2O ആണെങ്കിൽ ഡ്യൂട്ടേറിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ D2O ആണ്. എന്താണ്? D2O. അതേപോലെ തന്നെ സൂപ്പർ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ട്രിഷ്യം ഓക്സൈഡ് ആണ്. എന്താണ്? ട്രിഷ്യം ഓക്സൈഡ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? D3O കേട്ടോ. അപ്പോൾ വെള്ളം, സാധാരണ വെള്ളം H2O ആണ്. അതേപോലെ തന്നെ ഡ്യൂട്ടേറിയം ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹെവി വാട്ടർ ആണ്. D2O. H2O പോലെ തന്നെ D2O. അത് ഡ്യൂട്ടേറിയം ഓക്സൈഡ് ആണ്, ഹെവി വാട്ടർ ആണ്. കുറച്ചും കൂടെ സൂപ്പർ ഹെവി വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? D3O ആണ്, അതായത് ട്രിഷ്യം ഓക്സൈഡ്. ഇനി ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ച ആരാണ്? ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ച ആരാണ്? ഹേസൻബർഗ് ആണ്. അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓർത്തോ ഹൈഡ്രജൻ, അതേപോലെ തന്നെ പാരാ ഹൈഡ്രജൻ. ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. അതായത് സൂര്യനിലും അതേപോലെ തന്നെ നക്ഷത്രങ്ങളിലുള്ള മെയിൻ ഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏതാണ്? സൂര്യനിലും അതേപോലെ തന്നെ നക്ഷത്രങ്ങളിലുള്ള മെയിൻ ഘടകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും ഉള്ള മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജൻ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സൾഫ്യൂറിക് ആസിഡ് H2SO4 അല്ലെങ്കിൽ നൈട്രിക് ആസിഡ്, ഇതിനകത്തൊക്കെയുള്ള മുഖ്യ ഘടകം, അതായത് മെയിനായിട്ട് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? എല്ലാത്തിലും HNO3, H2SO4, HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, എല്ലാത്തിനകത്തും ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ആസിഡുകളിലുള്ള മെയിൻ ഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ ആസിഡും ലോഹങ്ങളും റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വതന്ത്രമാക്കുന്ന വാതകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് ആസിഡും മെറ്റൽസും കൂടിയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ആവുന്ന വാതകം ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. എന്താണ് ആൻസർ? ഹൈഡ്രജൻ ആണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പം സൾഫ്യൂറിക് ആസിഡും മെറ്റലും ഏതെങ്കിലും ഒരു മെറ്റലും കൂടി റിയാക്ട് ചെയ്തിട്ട് ഇതിൽ ഏത് വാതകമാണ് സ്വതന്ത്രമാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഏത് മെറ്റലും ഏത് ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫ്രീ ആവുന്ന ആരാണ്? സ്വതന്ത്രമായി വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. എന്നാൽ കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. തിരിഞ്ഞു പോരുത് കേട്ടോ. അതായത് ഓക്സിജൻ ഉണ്ടെങ്കിലാണ് ഒരു വസ്തു കത്തുന്നത്. പക്ഷേ ഹൈഡ്രജൻ ആണ് സ്വയം കത്തുന്ന വാതകം. ഇനി ആണവ നിലയങ്ങളിൽ, അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ നമ്മൾ മോഡറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. മോഡറേറ്റർ എന്തിനാണ്? അതായത് ഒരുപാട് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് അതിൻ്റെ സ്പീഡ് ഒന്ന് മോഡറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ ആണവ നിലയങ്ങളിൽ. ആണെങ്കിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണെന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഏതാണ്? ഡ്യൂട്ടേറിയം ഓക്സൈഡ് ആണ്. D2O കേട്ടോ. ഡ്യൂട്ടേറിയം ഓക്സൈഡ്. അപ്പോൾ മോഡറേറ്റർ ആയിട്ട് നമ്മൾ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കാറുള്ള ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഡ്യൂട്ടേറിയം ഓക്സൈഡ്.
ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെന്ന് പറയുന്നത് ബോഷ് പ്രോസസ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ബോഷ് പ്രോസസ്സ് കേട്ടോ. ഹൈഡ്രജൻ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെന്ത് പറയുന്നത് ബോഷ് പ്രോസസ്സ്. അതേപോലെ തന്നെ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ആൻസർ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. കെമിസ്ട്രി ലാബിലൊക്കെ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കിട്ടാറുണ്ട്. എന്താണ് ചീഞ്ഞ മുട്ടയുടെയൊക്കെ ഒരു ഗന്ധം കിട്ടാറുണ്ട്. എന്താ കാര്യം? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, H2O2 കേട്ടോ. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ്? തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. അതേപോലെ തന്നെ ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി നമുക്കറിയാം ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതേസമയം ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ കൂടി ഹീലിയത്തിൻ്റെ സൈസാണ് ഹൈഡ്രജനേക്കാളും ചെറുത്. എന്താണ് കാര്യം എന്നറിയാമോ? പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഹൈഡ്രജൻ ഇവിടെയും ഹീലിയം ഈ ഒരു സൈഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇലക്ട്രോൺസ് കൂടുന്ന അനുസരിച്ചിട്ട് അട്രാക്ഷൻ, അതായത് ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? സൈസ് കുറച്ചും കൂടെ ചെറുതാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഹൈഡ്രജനേക്കാളും സൈസ് കുറവ് ഹീലിയത്തിന് വരാൻ കാര്യം. അപ്പോൾ ഏറ്റവും ലഘുവായിട്ടുള്ള വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെങ്കിലും ഏറ്റവും ചെറുത് ഏതാണ്? ഹീലിയമാണ്. ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ആർക്കാണ്? ഹൈഡ്രജനാണ്. ഏതൊക്കെയാണ് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? PDT എന്ന് ആലോചിച്ചാൽ മതി. ഏതാണ് PDT? അതായത് പ്രോട്ടിയം, ഡ്യൂട്ടേറിയം, അതേപോലെ തന്നെ ട്രീഷ്യം. അപ്പോൾ 3 എണ്ണമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ്. അപ്പോൾ ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഏതിനാണ്? ഹൈഡ്രജൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ളത് ടിന്നിനാണ്. ഏതിനാണ്? ടിന്നിനാണ്. 10 ഐസോടോപ്സ് ഉണ്ട് കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? 10 ഐസോടോപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ ആണ്. ആരാണ്? എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ. ഈ രാസവളങ്ങളും അതേപോലെ തന്നെ അമോണിയ ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ ദ്രവ്യ ഹൈഡ്രജൻ ആണ് റോക്കറ്റ് പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദ്രവ്യ ഹൈഡ്രജൻ കേട്ടോ. അതേപോലെ തന്നെ സസ്യ എണ്ണയിൽ ഹൈഡ്രജൻ കടത്തി വിട്ട് കഴിയുമ്പോൾ നമുക്ക് വനസ്പതി നെയ്യ് കിട്ടും കേട്ടോ. വനസ്പതി നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഓക്സിജനെ കുറിച്ച് പഠിക്കാം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ. അതേപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ ചോദിക്കുമ്പോൾ 16 ആണ്. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ശ്രദ്ധിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓക്സിജൻ. അതേസമയം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ ആൻസർ കാൽഷ്യമാണ് കേട്ടോ. ലോഹമാണെങ്കിൽ ആൻസർ കാൽഷ്യമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. നമ്മൾ ഹൈഡ്രജൻ്റെ ആ ഒരു പോർഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. അതേപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഏതെങ്കിലും ഒരു സാധനം കത്തണമെങ്കിൽ അവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാവണം അല്ലേ? അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ്റെ ഒരു രൂപാന്തരമാണ് ഓസോൺ. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 ആണ് അല്ലേ? 2 ഓക്സിജൻ ആറ്റം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര കിട്ടുന്നത്. അതേപോലെ തന്നെ ഓസോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഓക്സിജനും കൂടെ എക്സ്ട്രാ വന്നു, അതായത് O3 ആണ് കേട്ടോ. അപ്പോൾ 3 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസോൺ കിട്ടുന്നത്. ഇനി ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എത്രയാണ്? 3. O3 അല്ലേ? അപ്പോൾ 3 ആറ്റം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഓസോൺ തന്മാത്ര കിട്ടുന്നത്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഞാൻ മണക്കുന്നു. എന്താണ്? ഞാൻ മണക്കുന്നു എന്നുള്ളതാണ് ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. ഇനി ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചത് ലവോസിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഹൈഡ്രജനും
ഹൈഡ്രജൻ എന്ന പേര് നിർദ്ദേശിച്ചതും ലവോയ്സി തന്നെയാണ്. അതേപോലെ തന്നെ ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചതും ലവോയ്സിയാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചവരാണ് ജോസഫ് പ്രീസ്റ്റ്ലി. ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി. ഇനി ഓക്സിജൻ്റെ ഐസോടോപ്പുകൾ ഏതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. നമ്മൾ പഠിച്ചല്ലോ ഓക്സിജൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 16 അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് എഴുതിയാൽ മതി. ഓക്സിജൻ 16 തൊട്ട് 17, 18 കേട്ടോ. ഇനി ദ്രവ ഓക്സിജനും അതേപോലെ തന്നെ ഓസോൺ എന്നിവയുടെ നിറം എന്താണ്? ഈ രണ്ടെണ്ണത്തിൻ്റെ നിറം. ദ്രവ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഓക്സിജൻ ആണ്. അപ്പോൾ ലിക്വിഡ് ഓക്സിജൻ്റെയും ഓസോണിൻ്റെയും നിറം ഇളം നീലയാണ് കേട്ടോ, ഇളം നീല. ഇനി മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകം ഏതാണ്? നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകം ഓക്സിജനാണ്. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് അറിഞ്ഞിരിക്കണം. 89% ആണ്. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89% ആണ്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് കേട്ടോ. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും അതേപോലെ തന്നെ ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ്. ഇനി ആൻറ്റിക്ലോറായി ഉപയോഗിക്കുന്ന ഓക്സിജൻ സംയുക്തം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. എന്താണ് ആൻറ്റിക്ലോറായിട്ട് ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ സംയുക്തം? എന്താണ്? സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ആൻറ്റിക്ലോർ എന്താണ്? നമുക്കറിയാം ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ക്ലോറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലോറിനെ ഡീകമ്പോസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ ആൻറ്റിക്ലോറിൻ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിക്ലോറായി ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ സംയുക്തം എന്താണ്? സൾഫർ ഡയോക്സൈഡ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. അപ്പോൾ സെപ്റ്റംബർ 16 നമ്മൾ ലോക ഓസോൺ ദിനം ആചരിക്കുന്നത്. ഇനി ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബീൻ ആണ്. ആരാണ് ഓസോൺ കണ്ടുപിടിച്ചത്? ഷോൺ ബീൻ. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ഹെൻറി ബുയ്സൺ അതേപോലെ തന്നെ ചാൾസ് ഫാബ്രിയാണ്. ആരൊക്കെയാണ് ഓസോൺ പാളി കണ്ടുപിടിച്ചത്? പാളിയല്ല, അപ്പോൾ 2 പേരുണ്ട് കേട്ടോ. ഹെൻറി ബുയ്സണും അതേപോലെ തന്നെ ചാൾസ് ഫാബ്രിയാണ്. ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള വാതകം ഏതാണ്? CFC ആണ്. ഏതാണ്? CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള വാതകം ഏതാണ്? CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നും മിസ് ചെയ്യരുത്. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.